അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെന്നാൽ മുസ്ലിം സമൂഹത്തിനിടയിൽ വ്യാപകമായി നടന്നു വരുന്ന ചില ദുരാചാരങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കല്യാണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ സുന്നത്താണ്, നിക്കാഹ് കഴിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിക്കാഹ് കഴിക്കും എന്നുള്ളൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ, ആ നിക്കാഹ് ചെയ്യാൻ പോകുന്ന ആ പെണ്ണിനെ നിക്കാഹിന് മുമ്പ് ചെന്ന് കാണലും ഹബീബായ നബി സല്ലല്ലാഹു നമ്മുടെ സുന്നത്താണ്. അത് വേണം. എന്നാൽ അതിനപ്പുറം ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ സേവ് ദ ഡേറ്റ് എൻഗേജ്മെൻറ്റ് തുടങ്ങി നിക്കാഹിന് മുമ്പ് നടക്കുന്ന ചില പരിപാടികൾ. സേവ് ദ ഡേറ്റിൽ ആരെയാണോ വിവാഹം ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയുടെ കയ്യും പിടിച്ച് അവൻ്റെ കൂടെ ചേർന്ന് നിന്ന്, അവൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത്, അപ്പോൾ എൻഗേജ്മെൻറ്റിൽ നിക്കാഹ് ചെയ്യാൻ പോകുന്ന ആ അന്യ പുരുഷൻ്റെ കൂടെ ചേർന്നിരിക്കാനും മറ്റും നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. പരിശുദ്ധ ഇസ്ലാം നിക്കാഹിലൂടെയാണ് ഒരു അന്യ സ്ത്രീയുമായി ഹലാലാക്കുന്നത്. നിക്കാഹ് എന്നുള്ളൊരു സംഗതിയാണ്. നിക്കാഹിന് മുമ്പ് അന്യസ്ത്രീയാണ്, അന്യപുരുഷനാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു അന്യ പെണ്ണിനും ഒരു അന്യാണ് ഹലാലാകുന്നില്ല. നിക്കാഹിലൂടെ മാത്രമേ ഹലാലാകുന്നുള്ളൂ. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായ, എത്രത്തോളം സങ്കടം എന്ന് പറഞ്ഞാൽ, ദീനീ ബോധമുണ്ട് അല്ലെങ്കിൽ ദീൻ പഠിച്ചവരാണെന്ന് അവകാശപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് തന്നെ അവരുടെ കുടുംബത്തിൽ അത്തരക്കാരുടെ മക്കളുടെ കല്യാണത്തിൽ വരെ ഇത്തരത്തിലുള്ള എൻഗേജ്മെൻറ്റും സേവ് ദ ഡേറ്റും കാണുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്തൊരു കാര്യമാണ്. അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞിട്ടും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അതേ പറയാനുള്ളൂ, അതിനപ്പുറം വേറൊരു വാക്കില്ല. സേവ് ദ ഡേറ്റ് അന്യ പുരുഷൻ്റെ കൈ പിടിക്കൽ ഹറാമാണെന്ന് അറിഞ്ഞിട്ടും, ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞിട്ടും, അത് മറ്റുള്ളവൻ്റെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം, ചെയ്ത തെറ്റിനെ മറ്റുള്ളവൻ്റെ മുമ്പിൽ പരസ്യപ്പെടുത്തുക എന്നുള്ളൊരു ആഗ്രഹം. എൻഗേജ്മെൻറ്റ് ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, നിഖാബ് ധരിച്ചു കഴിഞ്ഞാൽ അന്യ ആണിൻ്റെ കൂടെ ഇരിക്കുന്നതും അന്യ ആണോട് സംസാരിക്കുന്നതും അന്യ ആണ് കെട്ടുപിടിക്കുന്നതും ഹറാമല്ലാന്ന്. ഈ നിഖാബിൻ്റെ പേരും പറഞ്ഞ് നിഖാബ് ധരിച്ചത് കൊണ്ടെല്ലാം ഹലാലാകുമെന്ന് ആരും ധരിക്കണ്ട. നിഖാബ് ധരിച്ചവളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിക്കാഹിന് മുമ്പ് അന്യപുരുഷന്മാരെ ചേർന്ന് പിടിക്കലും അന്യപുരുഷന്മാരെ കൂടെ ഇരിക്കലും അവനോട് സംസാരിക്കലും എല്ലാം ഹറാമ് തന്നെയാണ്. അതാരും ഹലാലാക്കിയിട്ടില്ല, ഒരാൾക്കും അള്ളാഹു അത് ഹലാലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചിന്തിച്ചോളൂ, നമുക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ റബ്ബാണ്. നമുക്ക് വല്ല സന്തോഷവും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷവുമെല്ലാം തരുന്നത് നമ്മുടെ റബ്ബാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഫضലാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സന്തോഷം നമ്മൾ നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടതല്ലാതെ അള്ളാഹിൻ്റെ പൊരുത്തവും മുത്തുനബി സല്ലല്ലാഹു തങ്ങളുടെ പൊരുത്തവും ഇല്ലാത്തൊരു കാര്യത്തിനും പ്രിയപ്പെട്ട മുസ്ലിം സമൂഹം മുന്നിട്ടിറങ്ങരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇത് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, ഇസ്ലാം അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മുസ്ലിം സമൂഹം വിട്ടുമാറി, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ളൊരു എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അതിനെത്രമാത്രം ചെലവുകൾ വേറെ കാണണം. ഒരു പക്ഷത്ത് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പട്ടിണി പാവങ്ങൾ കഴിയുമ്പോൾ അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി നമ്മൾ ദൂർത്തടിക്കുകയല്ല വേണ്ടത്. മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് കഴിയുന്നവരാണെങ്കിൽ നിക്കാഹും കല്യാണവും ഒരു ദിവസം തന്നെ ആക്കി ചെലവ് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലപൂർവ്വം നീതിപൂർവ്വം പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള തെറ്റുകൾ നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ അതെല്ലാം തിരുത്തി അള്ളാഹിനോട് ക്ഷമാപണം ചോദിച്ച്, മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിച്ച് അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്നെല്ലാം പിന്മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.